അപ്പോൾ നമ്മുടെ വീഡിയോകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആരെയും തെറി വിളിക്കോ മോശമായിട്ട് പറയണോ ഇല്ല കേട്ടോ. കൂട്ടുകാരെ, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? നമുക്കിനി എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സന്തോഷിക്കാം. എത്ര വിഷമം അങ്ങോട്ട് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോസ് മാറ്റിയിട്ട് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോസ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ടെസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആരെയും തെറി വിളിക്കോ മോശമായിട്ട് പറയണോ ഇല്ല കേട്ടോ. നമ്മൾ നർമ്മ രൂപത്തിൽ ഒരു വെല്ലാത്തിയാദിയാക്കലാണ്. അത് കാണുന്നവർക്കും സന്തോഷം, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ നമ്മൾ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് തുടങ്ങല്ലേ? ഈ ദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ഇന്നലെ ഉണ്ടായിരുന്നവരാണ്, നമ്മുടെ പൂർവികന്മാരാണ്. ഇന്നിപ്പോ ആരാധിക്കുന്ന ശ്രീരാമൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല സങ്കല്പം. നിങ്ങളും ഞാനും എല്ലാം അവതാരം തന്നെ, പക്ഷെ വേറെ തലങ്ങളാണെന്ന് മാത്രം. പക്ഷെ ബാബുസ്വാമി മാന്യനാണ്, പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. പാർട്ട് ടൈം ആയിട്ടുള്ളൂ അവതാരായിട്ട് നിൽക്കുന്നത്. എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. നമസ്തേ, ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാരി തന്ത്രി. നമസ്കാരം തന്ത്രി, പറയൂ. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം? ബന്ധങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ഒരു ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കട്ടെ. വന്നതല്ലല്ലോ, വരുത്തി വെച്ചല്ലേ. എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതോ? എന്റെ വീട്ടിൽ നിന്ന് എവിടേക്കാണ് നിങ്ങൾ ഇറക്കി കൊണ്ടുപോകുന്നത്? ഇപ്പോ പോക്സോ കേസൊക്കെ ആണല്ലോ. ഇപ്പോ കേസ് അന്വേഷണം പറ്റും, ജയിലിലേക്കാണ് കൊണ്ടുപോവാ. അല്ലാണ്ട് ദുബായിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വല്ലാത്ത തന്ത്രിയല്ലേ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. കൂട്ടുകാരെ, ഭഗവാനെ കൊണ്ട് ഹുക്ക വലിപ്പിക്കണൊക്കെ. ഇപ്പൊ ഗൾഫിൽ നിന്നുള്ള പൊടിക്കാറ്റോണ്ട് ഡൽഹിയിലൊക്കെ ശ്വാസ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ കൊണ്ട് ഹുക്ക വലിപ്പിക്കണേ. നല്ല ശ്വാസത്തിന് വേണ്ടിയിട്ട്. ഏത് ഫ്ലേവറാണോ വലിപ്പിക്കണേ? വല്ലാത്തയാണ്. അയ്യേ, കഷം മണപ്പിച്ചോക്കണ. വല്ലാത്തയാതി. നക്കല്ലേ നക്കല്ലേ നക്കിയപ്പോ അങ്ങോട്ട് കേറി സ്വാമി, കേറി ഇയാളെ അങ്ങോട്ട് കേറി സ്വാമി. എന്ത് കാണിച്ചു വിട്ടേ? എന്തിനാണ് ഇപ്പൊ ഈ ആളെ നക്കാൻ പോയത്? അതുകൊണ്ടല്ലേ സ്വാമി കയറിയ. വല്ലാത്ത അത് നക്കിയല്ലേ. കൂട്ടുകാരെ, അച്ചാച്ച അത്ഭുതം കാണിക്കാൻ പോണട്ടോ. സ്വാമി കയറിയിട്ട് വായോ വായോ വായോ, അച്ചാച്ചന്റെ അത്ഭുതം കാണാൻ വായോ. അച്ചാച്ചൻ നോക്കിയാ തിളച്ചെണ്ണയിൽ കൈമുക്കാൻ പോണം. പക്ഷെ പേടിയുണ്ട് കേട്ടോ. അച്ചാച്ചൻ നോക്കിയാ അവിടെ കുനിഞ്ഞ് നിന്നപ്പത്തിന് കൈമുക്കണ്ട, എനിക്ക് അപ്പത്തിന് സ്വാമി കയറി എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുക. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഡായ്പ് കാണിക്കണ്ട അച്ചാച്ച, കൈ മുക്കിയിട്ട് പോയാ മതി. അച്ചാച്ചൻ പെട്ടു. സ്വാമി കയറി എന്ന് പറഞ്ഞാൽ അഭിനയിച്ചല്ലോ. അച്ചാച്ചൻ ഒന്ന് കൈ മുക്കിയതോ, കൈ പൊള്ളി. ഇങ്ങോട്ട് നോക്കിയേ, അവിടെ പോയി കിടന്ന് കരയു നോക്കിയേ, കൈ പൊള്ളിയിട്ട്. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? വല്ലാത്ത ആദ്യ അച്ചാച്ചൻ തന്നെ. കോണകസ്വാമി, താൻ ഒഴുക്കിക്കളയാൻ പാല് വല്ല പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തൂടെ? അതിനെങ്ങനെയാ കുടിക്കേണ്ടത് കളയും, കളയേണ്ടത് കുടിക്കല്ലേ ചെയ്യണേ? വല്ലാത്ത ആദ്യ പൊട്ടന്മാരല്ലേ. ചേട്ടാ, ഫുൾ കഥ ഇങ്ങനെയാണ്. കോണകസ്വാമി, അത് ചുക്കാമണി കഴിച്ചിട്ടുണ്ടോടാ പട്ടി. ചുക്കാമണി ഇല്ലാണ്ട് നടക്കേണ്ടി വരും. പട്ടിക്ക് എന്ത് കോണകസ്വാമി? വല്ലാത്ത ആദ്യാവല്ലേ കേട്ടോ. ഇനി കൊറേ ഉണ്ട്. ചിരി ചിരി മണ്ണ്. കൂട്ടുകാരെ നോക്കിയേ, ഒരുപാട് കഴിവുള്ള ഉസ്താദാട്ടോ. ഉസ്താദ് ഇങ്ങനെ വന്നിരിക്കും. അപ്പൊ എല്ലാരും വന്ന് കയ്യിലും വെച്ചിട്ട് കൈ മടക്കം കൊടുക്കുമ്പോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. നമ്മുടെ ധോണിക്ക് പോലും സ്റ്റെമ്പ് ചെയ്യുമ്പോ ഇത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാ കണക്ക് എന്ന് പറയുന്നത്. എന്താ സ്പീഡിലെ കൈമടക്ക് കൊടുത്ത ആള് പോലും അറിയില്ല വലിച്ചത്. അതിന് പ്രത്യേക കോഴ്സ് തന്നെ ഉണ്ടെന്നാ പറയുന്നത്. എല്ലാத்தைയും അതില്ലേ. നീ കൈമടക്ക് അധികം ഉണ്ടെങ്കിൽ സ്പീഡ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ ഇങ്ങനെ കളിക്കും. വല്ലാത്ത അതില്ലേ. എന്താണ് കൂട്ടുകാരെ, മാർക്കറ്റില് പുതിയൊരു സാമി റിലീസ് ആയിട്ടാ. നോക്കിയ കോലം നോക്കിയ പട്ടുസാരിയും ചമയോ നെറ്റിപ്പൊട്ടോ എല്ലാം ഉണ്ട്. പക്ഷെ മീശ മാത്രം പഠിക്കാൻ മറന്നുപോയി. മീശ അതൊരു ചേല. എന്താലേ, ആനച്ചന്തം എന്നൊക്കെ പറയില്ലേ, സാമിച്ചന്തം. വല്ലാത്ത അതില്ലേ. നേരെ ഭാഷ.
അവൻ മിടുക്കനാ, മിടുക്കൻ. കൂട്ടുകാരെ ഒന്നും മേത്ത് കയറിയതല്ലാന്നേ, തായമ്പക ആസ്വദിക്കാണ്. ആഹാ, എന്ത് രസമായിട്ട് ആസ്വദിക്കണേ അല്ലേ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഉണ്ടല്ലോ, യു ആർ ദ വർഷിപ്പ് ഓഫ് ഗോഡസസ്, നിങ്ങൾ പിടിച്ച് ദൈവാക്കിയനേന്ന്, നല്ല സാലറി ഉണ്ടായേനെ. അതിന് കേരളത്തിലായോണ്ട് ഒരു സമാധാനം ഉണ്ട്, ആ ചുറ്റുള്ളവരും ഇവരെ പിടിച്ച് ദൈവാക്കിയില്ലല്ലോ. എല്ലാത്തില്ലേ ഇത്രയും വലിയ മാല ഇട്ട് കൊടുക്കണതിന് പകരം ഒരു ബോക്സറോ ഒരു നല്ലൊരു ഷെഡ് മേടിച്ചെടുത്തൂടെ ഈ കോണകസാമ്പിക്ക്? ഒരു കാറ്റിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ഇപ്പോ. ആ കാറ്റങ്ങാനം വന്നു പോയാലുണ്ടല്ല വല്ലാത്ത ആദ്യാവും. കൂട്ടുകാരെ, ദൈവങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ കേട്ടോ അത്. വല്ലാത്ത ആദ്യം കുറെ ദൈവങ്ങൾ കാണുന്നുണ്ട്. ഇത് നാടകക്കാരാണോ? ഇതിലെ ഒരു പിച്ചക്കാരൻ പുള്ളിയും ദൈവമാണോ? ഇവർക്കൊരു യൂണിവേഴ്സ് ആയിട്ടോ, ദൈവത്തിന്റെ യൂണിവേഴ്സ്. വല്ലാത്ത എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ തൽക്കാലം ഇത്രയും മതി, വരട്ടെ. കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങാണ്. ഇനി മുതൽ ഒരുപാട് വല്ലാത്ത വീഡിയോസ് വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ കാണുന്നവരെ ബായ്. ഒറ്റ കാര്യം പറയാൻ മറന്ന്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വല്ലാത്ത ആദ്യമാവും.